കർഷക സംഘം പെരിങ്ങോമേരിയ സമ്മേളനത്തിന് മാതമംഗലത്ത് തുടക്കമായി. ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി വി കമലാക്ഷൻ അധ്യക്ഷനായി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശി, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി, കെ പി ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് ഇന്ത്യ ലോകത്താകെ അറിയപ്പെടുന്നത് അമേരിക്കൻ പാവയായിട്ടാണ്. ഞാൻ നേരത്തെ പ്രതിപാദിച്ച പലസ്തീൻ ആക്രമണത്തിലാവട്ടെ, അതുപോലെ ഇറാഖുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലാവട്ടെ, ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലാവട്ടെ, അവിടെയെല്ലാം അമേരിക്കൻ പക്ഷത്താണ്, അമേരിക്കയുടെ സഹായിയാണ് ഇന്ത്യ. 55,000 ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളിൽ 60% പോയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നാണ്. ഇന്ത്യൻ ആയുധങ്ങൾ വെച്ചാണ് ഈ 55,000 ആളുകളെ ഇസ്രയേൽ ഗവൺമെന്റ്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗവൺമെന്റ് കൊലപ്പെടുത്തി എന്നുള്ളത് നമ്മളെല്ലാം ദുഃഖിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം. അമേരിക്കൻ പ്രസിഡന്റ് ന്യൂയോർക്കിലാണ്, വാഷിംഗ്ടണില്ല. ഇത് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ ഒപ്പിട്ടത്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് 100% ഇന്ത്യ വഴങ്ങുന്ന ഒരു കരാർ ഒപ്പിടാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ട്രംപാണ് 3 മാസം മുമ്പ് അമേരിക്കയിൽ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്തിന് ഒരു കാരണവശാലും പ്രഖ്യാപിക്കാൻ അവകാശമില്ല. പക്ഷേ അവയെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കും. നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്ന കാലം വരെ ഒരൊറ്റ ഇന്ത്യ പ്രധാനമന്ത്രിയും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഈ ഗവൺമെന്റ് വരുന്നവരെ നമ്മുടെ രാജ്യം അവിടെ ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നിപ്പോ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഇസ്രായേൽ മാറുകയാണ്. അന്താരാഷ്ട്ര രംഗത്ത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആക്രമണം പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോ അതെല്ലാം അനുസരിക്കുന്ന ഒരു നാടായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മാറുന്ന സാമ്രാജ്യത്തെ അനുകൂല വിദേശ നയത്തിൽ വലിയ നിലയിൽ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുക. ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താ? ലോകത്താകെ നടക്കുന്ന ഈ നീക്കങ്ങളുടെ അതേ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയിലുള്ള ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അതേ ആഗ്രഹങ്ങളെയോടെയോ അതിനേക്കാൾ ശക്തിപ്പെട്ടോ ഇന്ത്യ രാജ്യം അനുഭവിക്കുകയാണ്. ഇപ്പോ ഇന്ത്യയിൽ പരിശോധിച്ചാൽ സമ്പത്തിന്റെ കേന്ദ്രീകരണം എത്ര ഉത്സാഹം നടക്കുന്നത്. തൊഴിലില്ലായ്മ ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് 12.6% ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയെങ്കിൽ ഇന്ത്യയിൽ ഇത് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഓഫ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള പണപ്പെരുപ്പ് നിരക്ക് 3.7. ഗവൺമെന്റ് പറയുന്നു അത് അതിവേഗമാണ് വരാൻ പോകുന്ന വിലക്കയറ്റമെന്ന്. ഈ കാര്യം പരിശോധിക്കുമ്പോൾ കാണാം എല്ലാ വസ്തുക്കളുടെയും മേലെ വിലക്കയറ്റം. അത് രാജ്യത്തിനകത്ത് കയറ്റ് ഇറക്കുമതിയുടെ മേലെ, അതുപോലെ തന്നെ വസ്തുക്കളുടെ മേലെ,